നമ്മൾ ഇന്ന് എക്സസൈസ് 1-2 എക്സസൈസ് പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇനി അടുത്തത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് √3 ഈസ് ഇറാഷണൽ എന്നാണ്. അതായത് √3നെ p/q ഫോമിൽ എഴുതാൻ പറ്റില്ല എന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ അതിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് അസ്യൂം ദാറ്റ് √3 ഈസ് റാഷണൽ. ഫസ്റ്റ് നമ്മൾ √3നെ എന്തെന്ന് എഴുതും? √3നെ a/b എന്ന ഫോമിൽ എഴുതും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ √2 ചെയ്തതുപോലെ ഫസ്റ്റ് എന്ത് ചെയ്യണം? √3 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യണം. റാഷണൽ ആണെങ്കിൽ അത് എന്തായിരിക്കും? ഫ്രാക്ഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് √3 = a/b എന്ന് എഴുതി. ഇവിടെ എയും ബിയും എന്താണ്? ഇൻഡിജേഴ്സ് ആണ് അല്ലെ? എയും ബിയും ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, കൂടാതെ എയും ബിയും എന്താണ്? കോപ്രൈം ആണ് അല്ലെ? അതായത് രണ്ടിന്റെയും എന്താണ് കോമൺ ഫാക്ടർ? എന്താണ് ഉള്ളത്? 1 ആണ്. കോപ്രൈം ആണ് കോമൺ ഫാക്ടർ. അതായത് കോമൺ ഫാക്ടർ എന്താണ്? 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ടും സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് നമുക്ക് എന്ത് കിട്ടും? √3 സ്ക്വയർ = a/b ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് √3ന്റെ സ്ക്വയർ √3 × √3 3 = a²/b² എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ a² മാത്രം ആക്കാം. a² കണ്ടുപിടിക്കാം. a² = v/b² ഇപ്പുറം വരുമ്പോൾ × b² ആവും. അപ്പൊ 3b². ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 ഡിവൈഡ്സ് a² എന്ന് പറയാം. അതായത് a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3യിൽ ഡിവിസിബിൾ ആണ് അല്ലെ? a² എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടിയത്. അതായത് a² എന്താണ്? 3യിൽ ഡിവിസിബിൾ ആണ്. അപ്പൊ നമ്മൾ തിയറം 1.2 അപ്ലൈ ചെയ്യുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, തിയറം 1.2 അപ്ലൈ ചെയ്താൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് പറയാം? 3 ഡിവൈഡ്സ് a² ആണെങ്കിൽ 1.2 തിയറം പ്രകാരം ഒരു പ്രൈം നമ്പർ p ഡിവൈഡ്സ് a² ആണെങ്കിൽ then p ഡിവൈഡ്സ് a. അപ്പോ 3 ഡിവൈഡ്സ് a² ആണെങ്കിൽ 3 ഡിവൈഡ്സ് a. 1.2 തിയറം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്ക് ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. ഇതിൽ a = 3c. അപ്പൊ ഇതില് എയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3c ആണ്. അതായത് a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. c എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇൻഡിജർ ആണ്. 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 3 × ഏതോ ഒരു നമ്പർ ആണ് a എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എയുടെ വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് a, ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 വിളിക്കാം. ഇനി ഇക്വേഷൻ 1 എന്ത് കിട്ടും? എക്ക് പകരം നമുക്ക് 3c എന്ന് കൊടുക്കാം. 3c ദ ഹോൾ സ്ക്വയർ = 3b². ഇത് അങ്ങനെ തന്നെ എഴുതി. എക്ക് ജസ്റ്റ് 3c എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു 3ന്റെ സ്ക്വയർ 9, cന്റെ സ്ക്വയർ c², 9c² = 3b². ഓക്കെ, അപ്പോ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? b² വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കറിയാം നമ്മൾ നേരത്തെ a² വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് b² വാല്യൂ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? രണ്ടും കൂടി കമ്പയർ ചെയ്യണം. അപ്പോ ഇതില് a = 3c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9c² = 3b² കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് 3നെ = ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാം? b² വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 9c² × 3 അപ്പുറം വരുമ്പോൾ /3 കട്ട് ചെയ്ത് കളയുമ്പോൾ 9ൽ 3 ടൈംസ്. അപ്പൊ b² = 3c² എന്ന് കിട്ടും. അപ്പൊ ഇതില് b² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിൽ 3 കോമൺ ആണ്. അതുപോലെ തന്നെ a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് രണ്ടിലും എന്താണ്? 3 കോമൺ ആണ്. അപ്പോൾ 1.2 തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? 3 ഡിവൈഡ്സ് b² എന്ന്
നമുക്ക് പറയാം. അപ്പോൾ അക്കോർഡിംഗ് ടു 1 point തിയറം നമുക്ക് എന്ത് പറയാം? 3 divides b. 3 divides b സ്ക്വയർ ആണെങ്കിൽ എന്താണ്? 3 divides b ആയിരിക്കും. ഇനി ഇത് നോക്കിക്കേ, എ സ്ക്വയറിലും ബി സ്ക്വയറിലും എന്താ? രണ്ടിലും 3 കോമൺ ആണ് അല്ലെ? അതായത് രണ്ടും 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് ക്വസ്റ്റ്യനില്? എയും ബിയും എന്താണ്? കോപ്രൈം ആന്ന് പറഞ്ഞത്. പക്ഷെ എക്ക് ഒരു ഫാക്ടർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കിട്ടി, കോമൺ ആയിട്ട് 1ഉം 3യും. ഓക്കെ, അപ്പോ ഇത് നമുക്ക് എന്താണ് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നത് കാരണം നമുക്ക് പറയാം √3 ഇററാഷണൽ ആണ് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് കോൺട്രഡിക്ഷൻ വന്നത്? നമ്മൾ ആദ്യം പറഞ്ഞു എ എന്ന് പറഞ്ഞതിൽ എയും ബിയും കോപ്രൈം ആണ്, അതിൽ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയപ്പോൾ എന്തായി? ആൻസറിൽ 1ഉം 3യും 2 ഫാക്ടേഴ്സ് കിട്ടി. അപ്പൊ എന്താണ്? അതായത് എ സ്ക്വയറിലും ബി സ്ക്വയറിലും 3 കോമൺ ആണ് അല്ലെ? അപ്പൊ അത് മാത്രമല്ല എയും ബിയും എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അപ്പൊ ഇതിൽ എന്താണ്? ഒരു കോൺട്രഡിക്ഷൻ എറേസ് ചെയ്തു. അതായത് അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ആദ്യം ചെയ്ത അസംഷൻ എന്താണ്? തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ നമുക്ക് പറയാം √3 ഈസ് ഇററാഷണൽ എന്ന് പറയാം. ഇനി അടുത്തത് നമ്മള് എക്സസൈസ് 1-2 ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. അത് √5 ഇററാഷണൽ ആണെന്നാണ് നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. √5 = a/b എന്ന് എഴുതാം. നേരത്തെ ചെയ്തതുപോലെ √5 a/b എന്ന് എഴുതാം. അപ്പോൾ എന്താണ്? √5 ഈസ് റാഷണൽ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഇതില് എയും ബിയും എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അതുകൂടാതെ തന്നെ എയും ബിയും എന്താണ്? കോപ്രൈം ആണ്. ഇതെല്ലാം ഫസ്റ്റ് ഈ തിയറത്തിൽ എഴുതണം. എല്ലാം സെയിം ആയിട്ട് തന്നെ ഈ തിയറത്തിൽ എഴുതിയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. എന്ത് കിട്ടും? √5 സ്ക്വയർ = a സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് കിട്ടും. അതായത് 5 = a സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ബി സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഡിവൈഡ് ബൈ ബി സ്ക്വയർ എന്താവും? ഇൻറ്റു ബി സ്ക്വയർ ആവും. അതായത് 5b² = a² എന്ന് കിട്ടും. അപ്പൊ ഇനി നമുക്ക് പറയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 5 divides a² അല്ലെ? അതായത് a എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? a² എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ തിയറം 1.2 പ്രകാരം നമുക്ക് എന്ത് പറയാം? 5 divides also a. അപ്പോ ആയതിനാല് നമുക്ക് എന്തായിട്ട് എടുക്കാം? a = ഒരു ഇന്റിജർ ആയിട്ട് എടുക്കാം. അതായത് 5c. നമ്മൾ അസ്യൂം ചെയ്യണത് a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. a എന്ന് പറഞ്ഞാലും എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു എന്തോ ഒരു നമ്പർ ആണ് a എന്ന് നമുക്കറിയാം. ആ ഏതോ ഒരു നമ്പർ ആണ് c എന്ന് പറയുന്നത്. അപ്പൊ c ഈസ് ആൻ ഇന്റിജർ എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താണ്? ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നമുക്ക് 1 എന്നിടാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് a ഇൻടു ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് a ഇൻടു 1 നമുക്ക് എന്ത് കിട്ടും? 5c സ്ക്വയർ = 5b² എന്ന് കിട്ടും അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25c² = 5b² അല്ലെ? ഇതിലിവിടെ 5 കട്ട് ചെയ്ത് പോകും. ഇതിൽ 1 ടൈം, ഇതിൽ 5 ടൈം. ഇത് ഡിവൈഡ് ആവും. താഴത്ത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. അതുകൊണ്ടിട്ടാണ് ഇവിടെ തന്നെ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ b² = എന്തെന്ന് കിട്ടും? 5c² എന്ന് കിട്ടും. ഓക്കെ, ഇത് സെക്കൻഡ്. അപ്പൊ ഫസ്റ്റും സെക്കൻഡും ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? a² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്.
ബി സ്ക്വയർ എന്ന് പറഞ്ഞാലും എന്താണ് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എഴുതാം. ഇഫ് 5 ഡിവൈഡ്സ് ബി സ്ക്വയർ then 5 ഡിവൈഡ്സ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അപ്പൊ ഇതൊരു കോൺട്രഡിക്ഷൻ നമുക്ക് ഉയർന്നു വന്നു. കാരണം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്? കോപ്രൈം ആണെന്നാണ് പറഞ്ഞത്. അതായത് എക്കും ബിക്കും ഫാക്ടർ എന്താണെന്നാണ് പറഞ്ഞിരുന്നത്? 1 ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കോൺട്രഡിക്ഷൻ എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇപ്പോ എയും ബിയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അതിനാൽ എക്കും ബിക്കും കോമൺ ഫാക്ടർ ആയിട്ട് എന്തുണ്ട്? 5 ഉണ്ട്. എക്കും ബിക്കും കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ കോൺട്രഡിക്ഷൻ വന്നത് കൊണ്ടിട്ട് നമുക്ക് അസംഷൻ തെറ്റാന്ന് പറയാം. അപ്പോൾ √5 ഈസ് ഇറാഷണൽ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളിലോട്ട് തിരിച്ചു വരാം. എക്സാമ്പിൾ 6 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഷോ ദാറ്റ് 5 minus √3 is irrational. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനും എന്താണ്? പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 5 minus √3 എന്താന്ന് പറയും? റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇത് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യും. അതായത് റാഷണൽ ആണെങ്കിൽ 5 minus √3 എന്താണ്? ഫ്രാക്ഷൻ ആയിരിക്കും അല്ലെ? അതിൽ ഫ്രാക്ഷനിൽ എയും ബിയും എന്താണ്? ഇൻഡിജേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എന്തായത്? ഇത് ഇറാഷണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇത് റാഷണൽ ആണെന്ന് പറയും. റാഷണൽ ആണെങ്കിൽ അത് ഫ്രാക്ഷൻ ആയിരിക്കും. അതിൽ എയും ബിയും ഇൻഡിജേഴ്സ് ആയിരിക്കും. എന്നിട്ട് ഈ റാഷണൽ ആണെന്നുള്ള തിയറം നമ്മൾ എന്ത് ചെയ്യും? തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, ഇൻഡിജേഴ്സ് ആണ്. കൂടാതെ ബി നോട്ട് ഈക്വൽ ടു 0. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. അതായത് 5 minus √3 ഈക്വൽ ടു a by b എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിത് √3 ഈക്വൽ ടു എന്നാക്കാം. അപ്പൊ √3 ഈക്വൽ ടു എന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ മൈനസ് √3ന്റെ സൈന് മൈനസ് ആണ്. ഈ മൈനസ് √3 എന്ത് ചെയ്യും? ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ഈ പ്ലസ് a by bന്റെ സൈന് പ്ലസ് ആണ്. ഈ പ്ലസ് a by b ഈക്വൽ ടുവിന് ഇപ്പുറവും കൊണ്ടുവരും. അപ്പൊ 5 അവിടെ തന്നെ ഉണ്ട്. പ്ലസ് a by b ഈക്വൽ ടുവിന് ഇപ്പുറം വരുമ്പോൾ മൈനസ് a by b ആവും. ഈക്വൽ ടു മൈനസ് √3 അപ്പുറം പോകുമ്പോഴെന്താവും? പ്ലസ് √3 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? √3 ഈക്വൽ ടു 5 minus a by b എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? LCM കാണാം. അപ്പൊ ഇതിന്റെ LCM എടുക്കണമെങ്കിൽ LCM b ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5 into b. അതായത് നമുക്ക് ഡിനോമിനേറ്റർ കംപ്ലീറ്റ് b ആക്കണം. ഇവിടെ a ഓക്കെ ആണ്. ബൈ മൈനസ് 5ന് b കൊടുക്കണമെന്നുണ്ടെങ്കിൽ 5 by b ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലും ഒരു b ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇതെന്ത് വരും? 5b മൈനസ് b എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു √3 എന്ന് വരും. അപ്പൊ ഈ √3 എന്നുള്ളത് എന്തായി? ഒരു ഫ്രാക്ഷൻ ആയി ഇവിടെ അല്ലെ? 5b മൈനസ് a by b എന്നുള്ളൊരു ഫ്രാക്ഷൻ ആയി അല്ലെ? ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് റാഷണൽ ആണ്. അപ്പൊ ഇതില് 5b മൈനസ് a എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു ഇൻഡിജർ ആണ്. b എന്ന് പറഞ്ഞാലും ഒരു ഇൻഡിജർ ആണ് അല്ലെ? എയും ബിയും ഇൻഡിജർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് എന്താണ്? ഇപ്പൊ ഒരു കോൺട്രഡിക്ഷൻ എന്താണ് വന്നേക്കുന്നത്? √3 ഈക്വൽ ടു റാഷണൽ നമ്പർ എന്നാണ് വന്നേക്കുന്നത്. പക്ഷെ √3 ഇറാഷണൽ ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നേക്കുന്ന കോൺട്രഡിക്ഷൻ കാരണം നമുക്ക് പറയാം ഈ അസംഷൻ എന്താണ്? തെറ്റാണ്. ഏത് അസംഷൻ? 5 minus √3 എന്നുള്ളത് എന്താണ്? റാഷണൽ ആണ് എന്നുള്ള അസംഷൻ തെറ്റാണ്. കാരണം അത് ചെയ്തു വന്നപ്പോഴും നമുക്ക് 5 minus √3 ഈക്വൽ ടു ഒരു ഇറാഷണൽ നമ്പർ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം 5 minus √3 ഈസ് ഇറാഷണൽ.
അപ്പൊ ഇതിന് എന്ത് മനസ്സിലാക്കാം? ഒരു ഇറാഷണൽ നമ്പറിൽ നിന്ന് ഒരു റാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്താലും റിസൾട്ട് എന്താണ്? ഇറാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് 5 - √3 ഒരു ഇറാഷണൽ നമ്പർ ആകുന്നത്. ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ തന്നെ നമുക്ക് വേറൊരു പ്രൂഫ് നോക്കാം. അതായത് 3√2 ഇറാഷണൽ. നേരത്തെ എന്തായിരുന്നു? ഒരു റാഷണൽ നമ്പറിൽ നിന്ന് ഇറാഷണൽ നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നതായിരുന്നു. ഇപ്പോഴെന്താണ്? ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും തമ്മിൽ ഇൻഡു ചെയ്തേക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ റാഷണൽ ആണോ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് എന്താ ചെയ്യാ? കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അസ്യൂം ദാറ്റ് 3√2 is റാഷണൽ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? 3√2 is എന്തായിരിക്കും? ഫ്രാക്ഷൻ ആയിരിക്കും. എയും ബിയും എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. വേർ ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇത്രയും എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതില് നമുക്ക് √2 ഈക്വൽ ടു ആക്കണം അല്ലെ. √2 ഈക്വൽ ടു ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡിലും ഇവിടെ 3 കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? രണ്ട് സൈഡിലും 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 3 എന്ത് കിട്ടും നമുക്ക്? ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കട്ട് ചെയ്ത് പോകും. അപ്പൊ √2 ഈക്വൽ ടു ഇവിടെ എന്ത് വരും? a/3b എന്ന് വരും അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എന്താ കിട്ടിയത്? a/3b. a/3b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ് അല്ലെ. ഇതെന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ്. കൂടാതെ എയും ബിയും ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ ഇതെന്താണിത്? ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണിത്? ഇതൊരു റാഷണൽ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്? LHSൽ നമുക്ക് എന്താണ് കിട്ടിയേക്കുന്നത്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. അപ്പോ LHSൽ നമുക്ക് ഇറാഷണൽ കിട്ടി, RHSൽ നമുക്ക് എന്ത് കിട്ടി? റാഷണൽ കിട്ടി അല്ലെ. റാഷണൽ കിട്ടി. അപ്പൊ ഇറാഷണൽ ഈക്വൽ ടു റാഷണൽ എന്ന് ഒരിക്കലും വരൂല. നമ്മൾ അസ്യൂം ചെയ്ത ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ എറൈസ് ചെയ്തു. നമ്മളുടെ അസംഷൻ എന്താണ്? തെറ്റാണെന്ന് ഇതിന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമുക്ക് പറയാം 3√2 is irrational. ഇനി അടുത്തത് നമുക്ക് എക്സസൈസ് 1-2 ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. ഇതുപോലത്തെ തന്നെ. പ്രൂവ് ദാറ്റ് 3 + 2√5 is irrational. ഇത് തനിയെ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത്? 3 + 2√5 is റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇനിയുള്ളത് നമുക്ക് വെറുതെ ജസ്റ്റ് നോട്ട്സ് പറഞ്ഞു നോക്കാം. കാരണം എല്ലാത്തിലും സെയിം തന്നെയാണ്. ഫസ്റ്റ് തന്നിരിക്കുന്ന ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് റാഷണൽ ആണെന്ന് പറയാ. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇതെന്താന്ന് പറയാം? റാഷണൽ ആണെങ്കിൽ 3 + 2√5 എന്താന്ന് പറയാം? ഫ്രാക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. ഫ്രാക്ഷൻ ആണെന്ന് പറയാം. എ ആൻഡ് ബി ഇൻഡിജേഴ്സ് ആണെന്ന് പറയാം. വേർ ബി നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഇതെല്ലാത്തിലും കോമൺ ആണ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിൽ നോക്കുക. നമ്മൾ ഇനി തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ഉണ്ടാവും. ആ ഇറാഷണൽ നമ്പർ നമ്മൾ ഒറ്റക്കാക്കാൻ നോക്കുക. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഇറാഷണൽ നമ്പർ എന്താണ്? √5 ആണ്. അപ്പൊ ഈ √5 മാത്രം √5 ഈക്വൽ ടു ആക്കുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് എന്ത് ഒഴിവാക്കാം? 3 ഒഴിവാക്കാം. √5 മാത്രമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 3 അപ്പൊ +3 അപ്പുറം പോകുമ്പോഴെന്താവും? -3 ആവും. അപ്പൊ 2√5 is equal to a/b -3 ആയി. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യാം? 2 കളയാം. 2 കളയാൻ വേണ്ടിയിട്ട് എന്താണ്? ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഡിവൈഡിങ് ബൈ
2 ബോത്ത് സൈഡ്സ്. നമുക്ക് എന്ത് കിട്ടും? ബൈ 2 ചെയ്യാം രണ്ട് സൈഡിലും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 കട്ട് ചെയ്ത് പോവും. ബാക്കി √5 ഇസ് ഈക്വൽ ടു a/2b മൈനസ് 3/2 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇതില് എയും ബിയും എന്താണ്? ഇന്റിജേഴ്സ് ആണ്. അതായത് a/2b മൈനസ് 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റാഷണൽ നമ്പർ ആണ് അല്ലെ? ഇതൊരു ഫ്രാക്ഷൻ ആണ്. നമ്മൾ LCM കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഒരു ഫ്രാക്ഷൻ നമുക്ക് കിട്ടും. അതായത് ഇതിൽ മാത്രമല്ല, കൂടാതെ എയും ബിയും എന്താണ്? ഇന്റിജേഴ്സ് ആണ്. ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയേക്കുന്നത്? ഇറാഷണൽ ആണ്. ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയേക്കുന്നത്? റാഷണൽ ആണ്. ഇറാഷണൽ ഈക്വൽ ടു റാഷണൽ എന്ന് ഒരിക്കലും വരൂല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ചെയ്ത അസംഷൻ തെറ്റാണ്. അതുകൊണ്ടിട്ട് 3 + √2 ഇസ് ഇറാഷണൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് തേർഡ് പ്രോബ്ലത്തില് 3 പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അത് തനിയെ ചെയ്ത് നോക്കുക. ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചെക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/√2. അപ്പൊ അസ്യൂം ചെയ്യുക 1/√2 ഇസ് റാഷണൽ. പിന്നെന്താണ്? 1/√2 ഈക്വൽ ടു a/b where a and b are integers, b not equal to 0. Okay. അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യണം? ഇനി √2 ഈക്വൽ ടു ആക്കണം അല്ലെ? √2 ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് √2നെ അങ്ങോട്ട് കൊണ്ടുപോവാം, a/b ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്തെന്ന് വരും? √2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 1 ഇസ് ഈക്വൽ ടു a√2/b എന്ന് വരും. ബിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? b ഇസ് ഈക്വൽ ടു 1 × b. ഓക്കെ, ബൈ ബി ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ബി ആവും. അപ്പൊ 1 × b ഈക്വൽ ടു a√2 എന്നാകും. ഇനി എന്ത് ചെയ്യാ? √2 ഇവിടെ നിർത്താം, ഏതാകത്തോട്ട് കൊണ്ടുപോവുക. അപ്പൊ b/a ഇസ് ഈക്വൽ ടു √2 എന്നാവും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫ്രാക്ഷൻ തന്നെ കിട്ടി. ഒരു റാഷണൽ നമ്പർ LHSലും കിട്ടി, RHSലും ഒരു ഇറാഷണലും കിട്ടി. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ അസംഷൻ ഇസ് റോങ്. അപ്പോ 1/√2 ഇസ് ഇറാഷണൽ. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ 7√5. അപ്പൊ 7√5 റാഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് പറയും? 7√5 is rational and which is equal to a/b where a and b are integers, b not equal to 0. ഓക്കെ, ഇനി ഇതിൽ 7 കളയാൻ വേണ്ടിയിട്ട് എന്താണ്? ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ 7 അല്ലേ? അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? /7. അപ്പോ 7 കട്ട് ചെയ്തു, √5 ഇസ് ഈക്വൽ ടു a/7b എന്ന് കിട്ടും അല്ലെ? അപ്പൊ √5 ഇറാഷണൽ ആണ്. ഇവിടെ നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഇറാഷണൽ കിട്ടി, പക്ഷെ a/7b എന്ന് പറഞ്ഞാൽ റാഷണൽ ആണ്. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ അസംഷൻ is false and 7√5 is irrational. ഇത്രയും സ്റ്റെപ്പ് പോരാ, നമ്മൾ നേരത്തെ ചെയ്ത ഫുള്ള് സ്റ്റെപ്പ് എല്ലാ പ്രൂഫിനും ഉണ്ടാവണം. നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇത്രയും ചെറിയ സ്റ്റെപ്പിൽ ഇത് ഒതുക്കണത്. അപ്പോൾ ഇത് എക്സാമിന് മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അപ്പോഴെന്ത് ചെയ്യുക? ഫസ്റ്റ് മുതൽ എല്ലാ സ്റ്റെപ്സും ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് എന്താ ഉണ്ടാവണം? ഈ ക്വസ്റ്റ്യനിൽ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 6 + √2 is irrational. Okay, let us assume 6 + √2 is rational and it is equal to a/b where a and b are integers, b not equal to 0. Okay, ഇനി നമുക്ക് എന്ത് ചെയ്യാം?
√2 മാത്രമാക്കാനായിട്ട് +6 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? √2 is equal to a/b -6 എന്ന് വരും. LCM കാണുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് LCM b ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? a - 6b/b എന്ന് കിട്ടും. ഈ LCM വെച്ചിട്ട് ഇൻറ്റു b ബൈ b ചെയ്യും. ഓക്കെ, അപ്പൊ a - 6b. അപ്പൊ ഇത് നമുക്ക് എന്താ കിട്ടിയത്? ഫ്രാക്ഷൻ ആണ് കിട്ടിയത്. ഫ്രാക്ഷൻ ഈസ് റാഷണൽ ആൻഡ് ഇൻ LHS we get എന്ത്? ഇറാഷണൽ. അപ്പോൾ നമ്മളുടെ അസംഷൻ ഈസ് ഫോൾസ്. സോ 6 + √2 is irrational. അപ്പൊ ഇതുപോലെ തന്നെ എക്സാമിന് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻസ് ആണ് √7 ഈസ് ഇറാഷണൽ, √n ഈസ് റാഷണൽ. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം.